ഓഗസ്റ്റ് 2023 നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിരുന്നില്ല നാട്ടിലേക്ക് വരാണ്, നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പോവാന്ന്. അയ്യേ, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ട്? കാരണം ആ സമയത്ത് ഞാനൊരു പുതിയൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഉറപ്പില്ല ആ ജോലി എനിക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത്. ബട്ട് രണ്ടും കൽപ്പിച്ചാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. ഫോർച്യുനേറ്റ്ലി എനിക്ക് ആ ജോലി കിട്ടി. അത് കാരണമാണ് നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവുന്നത്. ആക്ച്വലി പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 വർഷത്തോളമായി നാട്ടിലെ ലൈഫ് എങ്ങനെയുണ്ട് യു എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രവാസികൾ നാട്ടിൽ എന്നെ പോലെ അല്ല പെർമനന്റ് ആയിട്ട് വന്ന് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോവാണ്, ഫാമിലി ആയിട്ട് പുറത്ത് വർക്കേ ചെയ്യുന്നില്ല, നാട്ടിലാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ നിങ്ങൾ വന്ന് സെറ്റിൽ ആവരുത് ഗൈസ്. അതെന്തുകൊണ്ടാണെന്നല്ലേ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഈസ് സോ മച്ച് ഈസിയർ യു എയിൽ. നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ കറക്റ്റായി പറയണു നിങ്ങളുടെ അടുത്ത്, ലൈഫ് ഏറ്റവും സിംപ്ലർ ആൻഡ് ഈസിയർ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് യു എയിലുള്ള എൻ്റെ ലൈഫ് തന്നെയായിരുന്നു. നാട്ടിൽ വന്ന ശേഷം അത് ഭയങ്കര ചാലഞ്ചിങ് ആണ് കേസ്. ഓരോ ദിവസവും ചാലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പണിക്ക് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, പണി കൃത്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. നടക്കില്ല ഗൈസ്. നമ്മൾ നോക്കാതെ ആ പണി മുന്നോട്ട് പോവില്ല. അത് നമ്മൾ എത്ര പൈസ കൊടുത്താലും എത്ര അവരുടെ കൂടെ നിന്നാലും അവർക്ക് തോന്നണം ആ പണി ചെയ്യണമെന്ന്, എന്നാൽ മാത്രമേ ആ പണി അവർ എടുക്കുള്ളൂ. യു എയിൽ പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അയാൾ വൃത്തിയായിട്ട് ചെയ്യും, അത് അയാളുടെ ഉത്തരവാദിത്തമാണ്, അത് അയാളുടെ ജോലിയാണ്. പക്ഷെ നാട്ടിൽ അങ്ങനെ നടക്കണില്ല. ഇപ്പൊ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ സംസാരിച്ച കുറെ ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് പണി നടക്കുന്നുണ്ട്. അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ 24 മണിക്കൂർ ഉണ്ടായിട്ട് കൂടി വീട് പണി കറക്റ്റായി നടക്കണില്ല. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടും അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകണില്ല അത്ര. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ എക്സ്ക്യൂസസ് ആണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ചലഞ്ചസ് അവൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നാട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. യു എയിൽ പക്ഷെ അങ്ങനെയല്ല ഗൈസ്. എല്ലാം ഈസിയാണ്. നമ്മൾ അവിടുത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷൻ വെച്ച് നാട്ടിൽ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണെന്നുണ്ടല്ലോ പെട്ടുപോകും. അവിടുത്തെ ആ ഒരു കംഫർട്ട് നമുക്ക് എന്തായാലും നാട്ടിൽ കിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ഈസ് ഓഫ് ലൈഫ് ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ യു എയിൽ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടാത്തൊരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്ത എല്ലാ കമ്പനിയിലും എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഇവയ്ക്കും ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോവുക, മെഡിക്കൽ കാർഡ് കാണിക്കുക. ഇൻ പേഷ്യൻ്റ് ആണെങ്കിലും ഔട്ട് പേഷ്യൻ്റ് ആണെങ്കിലും ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്, മെഡിസിൻസ് ഫ്രീ ആണ്, എക്സ്റേ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഫ്രീ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേസ്. നമ്മൾ പുറത്തായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ഒരു ഇൻഷുറൻസ് എടുത്താൽ അത്രയും നല്ലത്. കാരണം നാട്ടിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് മെഡിക്കൽ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. ഇവിടെ ഇൻഷുറൻസ് ഇപ്പോഴാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര ലോങ് ആണ്. നമ്മുടെ യു എയിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6 മാസം വരെയൊക്കെ മാക്സിമം എൻ്റെ കമ്പനിയിലത്തെ ഇൻഷുറൻസിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ 1 വർഷം 2 വർഷം വരെയൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിലൊരു ഇൻഷുറൻസ് എടുത്താൽ അത്രയും നല്ല കാര്യമാണ്. അവിടെ എന്ന് വെച്ചാൽ എല്ലാ മരുന്നും കവേർഡ്. ഇവിടെ എല്ലാ മരുന്നും കവേർഡ് ആയിരിക്കില്ല, ചില പെർസെൻറ്റേജ് മാത്രമായിരിക്കും കവേർഡ് ആവുക. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ യു എയിലത്തെ മെഡിക്കൽ സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ പല ട്രീറ്റ്മെന്റുകളും സംഭവങ്ങളൊക്കെ പലരും യു എയിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്നുണ്ട്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള മെഡിസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാം ഫ്രീ ആയി. ഇപ്പൊ വിക്സ് ഗുളിക വാങ്ങണമെങ്കിൽ വരെ നമ്മൾ പൈസ കൊടുക്കണം ഇവിടെ. അങ്ങനത്തെ സിറ്റുവേഷനാണ് മെഡിസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേർക്ക് ആൻസറബിൾ ആണ് ഗൈസ്. ദുബായിൽ നമ്മൾ ജീവിച്ചത് നമ്മുടെ മാത്രം ഒരു ജീവിതമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഗൈസ്. നമ്മുടെ മാത്രമായിട്ടൊരു ജീവിതം ഇവിടെ ഇല്ല. നമ്മുടെ നൈബേഴ്സിന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലുള്ള നൈബേഴ്സ്, നമ്മുടെ നാട്ടുകാരൻ്റെ ഡിസ്റ്റന്റ് റിലേറ്റീവ്, ഇവർക്കൊക്കെ നമ്മൾ ആൻസറബിൾ ആണ് ഗൈസ്. എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. നിങ്ങൾ അങ്ങനത്തെ വല്ല സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ആൻസറബിൾ ആണ് ഗൈസ്. അവിടെ നമുക്ക് ആർക്കും ആൻസേഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. ആരും നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാനില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, ആരെ വേണമെങ്കിലും കാണാം. ആരും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടില്ല. അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകും, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വി ആർ ആൻസറബിൾ ടു സോ മെനി പീപ്പിൾ. അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര മെന്റൽ ട്രോമ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഒരു 8-10 വർഷമൊക്കെ പുറത്ത് നിന്നതിന് ശേഷം നാട്ടിൽ വന്നിട്ട് നിങ്ങൾ സെറ്റിൽ ആവുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ നാട്ടിൽ കാണും. അവരുടെ അടുത്തൊക്കെ ഉത്തരം പറയാൻ നിൽക്കരുത്, അത് തലേക്ക് എടുക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളർന്നു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അത് ആരുടെയും തെറ്റായിട്ട് ഞാൻ പറയുന്നതല്ല. ബട്ട് ഫോർ ദി അതർ പേഴ്സൺ അത് ഇൻകൺവീനിയന്റ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പ്രശ്നം. നാട്ടിൽ വന്ന ശേഷം നമ്മൾ മിസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഫ്രണ്ട്സ് എന്ന സംഭവമാണ്. ദുബായിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കും ഇവയ്ക്കും കോമൺ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാലും ആ ഫ്രണ്ട്സിന് ഇവയ്ക്കും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾക്ക് അറിയാം. അത് നമ്മുടെ
ദുബായിലത്തെ ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. കോളേജിന് ശേഷം എനിക്ക് കിട്ടിയ രണ്ടാമത്തെ ഒരു കോളേജ് ആയിരുന്നു ദുബായിലത്തെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. എൻ്റെ അമ്മോനെ ലൈഫായിരുന്നു അത്. ഓരോ ദിവസവും സെലിബ്രേഷൻ ആയിരുന്നു, ആഘോഷമായിരുന്നു, വെറുതെ കൂടുന്നത് ഒരു ആഘോഷമായിരുന്നു. എല്ലാ ദിവസവും നമുക്ക് വിഷുവും ക്രിസ്മസും ഈസ്റ്ററും റംസാനും ആയിരുന്നു. வாழ்க்கை பயணம் day by day முழுகாத ஷிப்பே ஃப்ரெண்ட்ஷிப். പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ, ഇവയുടെ ഫ്രണ്ട്സ് ഇവയുടെ. അത് കാരണം തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ ഇവയ്ക്ക് വരാൻ പറ്റില്ല, ഇവയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ ഞാൻ പോയാൽ ഞാൻ അൺകംഫർട്ടബിൾ ആയിരിക്കും. കാരണം അവരൊന്നുമായിട്ട് എനിക്ക് സിങ്കില്ല. ദുബായിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വേവ് ലെങ്ത് ഒന്നാണ്. ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും അവനും വിചാരിച്ചിട്ടുണ്ടാവുക. അവൻ പറയുന്നത് അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അവൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു അടിപൊളി വേവ് ലെങ്ത് ആയിരുന്നു കേസ്. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ആ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ലൈഫിനൊരു ഇതുള്ളൂ. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ സങ്കടങ്ങളോ സന്തോഷങ്ങളോ വരുമ്പോൾ കസിൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും എൻ്റർടൈൻമെൻ്റ് ആക്കാനും ഒക്കെ അടിപൊളി നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഗൈസ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ച് നിങ്ങൾ ഔട്ടിങ്ങിനൊക്കെ പോയില്ല, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, റിലേറ്റീവ്സിൻ്റെ കൂടെ പോകുമ്പോൾ ആ ഫീൽ തന്നെ കിട്ടണം എന്നില്ലല്ലോ, അത് വേറൊരു ഫീലാണ്. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ ആ വൈബ് ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെയും ഇവനെയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫ് നാട്ടിലും ഹസ്ബൻഡ് ഇപ്പോൾ ഞാനാണെങ്കിൽ 1.5 മാസം പുറത്തായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇനീഷ്യൽ ഫേസിൽ ഞാനും ഇവയും ഒരുമിച്ചാണ്. എൻ്റെ സ്ട്രഗിളിങ് പീരീഡിലൊക്കെ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വന്നത്, ഇപ്പോൾ ഒരു 10 രൂപ ഞാൻ കടം വാങ്ങണമെങ്കിൽ എനിക്ക് അറിയാം, ഓക്കെ ഈ 10 രൂപ കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്, ആ 10 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അത് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഞാൻ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഇവ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിലും പറയാതെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം, ഞങ്ങൾ ഒരുമിച്ചായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇനീഷ്യൽ സ്റ്റേജസിൽ. പക്ഷേ അങ്ങനെ നിൽക്കാതാവുമ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താവുമ്പോൾ ആ ഇമോഷണൽ കണക്ട് നമുക്ക് കിട്ടില്ല ഗൈസ്. ഇത് പിന്നെയും ഒരു ഗുണമുള്ളത് ഞങ്ങൾ കുറേ നാൾ ഒരുമിച്ചായതുകൊണ്ട് ഒരു വിധത്തിൽ നമുക്ക് ആ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭാര്യ ഇവിടെയും ഭർത്താവ് പുറത്തും അങ്ങനെ നിൽക്കുന്ന ആളുകളുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിൽ രണ്ടുപേർക്കും ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ വൈഫ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ബുദ്ധിമുട്ടാണ് അവരുടെ അവസ്ഥ. അവരൊക്കെ സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഓരോ കാര്യങ്ങളും നേരിടാനും അത് നേരിട്ട് മുന്നോട്ട് വരാനും. അങ്ങനത്തെ പവർഫുൾ ആളുകളായിരിക്കും അങ്ങനെ നിൽക്കുന്ന ലേഡീസ്. ഭയങ്കര റെസ്പെക്റ്റ് ഗൈസ്. ഹസ്ബൻഡ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കാന്നൊക്കെ പറയണത് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഊഹിക്കാട്ടോ, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, അല്ലാതെ എന്ത് പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഭയങ്കരമായിട്ട് വരും. അത് കുറവ് ദിവസമുള്ളൂ എന്നുള്ളതാണ് സമാധാനം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് ദോഷങ്ങൾ മാത്രമാണോ ഉള്ളതെന്ന് ചോദിക്കും. ദോഷങ്ങൾ മാത്രമല്ല ഗൈസ്, ഗുണങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് വെച്ചാൽ നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഇവയുടെ പാരൻസിനാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നിന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മൾ അവരുടെ കൂടെയുള്ളപ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് നിന്ന് അറിഞ്ഞ് കണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് അവരുടെ പല ആഗ്രഹങ്ങളും നമുക്ക് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. പല കാര്യങ്ങൾക്കും അവരുടെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെയുള്ള പല സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസും നമുക്ക് കൂടാനായിട്ട് സാധിക്കും. ദുബായിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്യണമെന്ന് പറയും, ഓണം ക്രിസ്മസും അങ്ങനത്തെ പരിപാടികളൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചെറുതല്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ഫംഗ്ഷനും എല്ലാവരുടെ കൂടെ വരല്ലേ. നമ്മൾ പണ്ട് ദുബായിലായിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ എല്ലാ ഫംഗ്ഷനും എത്തിപ്പെടാൻ പറ്റണമെന്നില്ല, എല്ലാ റിലേറ്റീവ്സിനും കാണാൻ പറ്റണമെന്നില്ല. സ്വാഭാവികമായിട്ടും വലിയൊരു ക്ലോസ് ആയിട്ട് അവരോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്ര വലിയ ക്ലോസ് ആയിരിക്കില്ല. പക്ഷെ ഇതിപ്പോൾ നല്ല ക്ലോസ് ആയിട്ട് അവരോടൊക്കെ ഇരിക്കാൻ പറ്റുന്നു. അതൊക്കെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് ആക്ച്വലി, ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റാന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ദുബായിൽ വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ചിലവ് കുറവാണ്. ഇപ്പോൾ നാട്ടിൽ 60 രൂപയ്ക്ക് ഒരു ഊണ് കിട്ടും, പക്ഷേ ഊണ് കിട്ടും. പക്ഷേ UAയിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനൊരു 250-260 രൂപയൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുമായിരിക്കും സാധാരണ ഒരു ഊണിന് തന്നെ. ഇപ്പോൾ ഗ്രോസറി സാധനങ്ങൾക്കാണെങ്കിലും UAയിൽ വില കൂടുതലായിരിക്കും, നാട്ടിൽ വില കുറവായിരിക്കും. എന്നും കരുതി നാട്ടിൽ ചിലവില്ല എന്ന് നിങ്ങൾ കരുതരുത്, ചിലവുണ്ട് ഗൈസ്. നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചിലവ് കുറവായിരിക്കും നാട്ടിലത്തെ ലൈഫ് എന്നാണ്. ബട്ട് അല്ല, നാട്ടിൽ ചിലവുണ്ട്. എല്ലാ പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് പൈസ നാട്ടിലും ചിലവ് വരുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി UAയിൽ വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യലി കുറവാണ്. ബട്ട് അത് നിങ്ങൾ നാട്ടിൽ നിന്നാണ് ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നത്. നാട്ടിലൊന്ന് പെർമനന്റ് ആയിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്യാണ് ഇവിടുത്തെ ശമ്പളം വെച്ച് അത് മാനേജ് ചെയ്യാന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ് ഗൈസ്. UAയിലത്തെ നിങ്ങളുടെ അല്ലെങ്കിൽ പുറത്തുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് വെച്ച് ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്
ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാനായിട്ട് എല്ലാത്തിനും വിലയാണ്. പെട്രോളിനടക്കം നല്ല പൈസയാണ്. യു എയിൽ പെട്രോളിനൊന്നും ഒരു പൈസയില്ല. പെട്രോളിൻ്റെ ഒക്കെ വില അറിയുന്നത് നാട്ടിലെത്തിയതിന് ശേഷം. യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ യു എ പാസ്പോർട്ടിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കുറേ കൺട്രികൾ, ഇഷ്ടമുള്ള കുറേ കൺട്രികളിലേക്ക് നമുക്ക് പോകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. വിസ ഓൺ അറൈവൽ കിട്ടും, അല്ല സ്റ്റാമ്പ്ഡ് വിസ ആണെങ്കിലും ഈ വിസ കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഫോർമാലിറ്റീസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇവിടെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് അതിരപ്പള്ളി വാഴച്ചാൽ എത്താൻ പറ്റും. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ വീടിൻ്റെ അവിടെ നിന്നും ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടാവും, അതും നേച്ചർ, അതായത് പ്രകൃതിയോട് ചേർന്നുള്ള പച്ചപ്പും ഹരിതാപം കാണുന്ന പരിപാടികൾ. അത് യു എയിൽ കുറച്ച് കുറവാണ്, ഇല്ലാന്നല്ല കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മളൊക്കെ പോകുക ഒന്നില്ലെങ്കിൽ മോളുകളിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റുകളിലായിരിക്കും. ഇതത് വേണ്ട, നമുക്ക് ചെറിയൊരു കായലിൻ്റെ തീരത്തിരുന്നൊരു കാപ്പിയും കുടിച്ച് വർത്താനം പറയാനുള്ള സെറ്റപ്പ് നാട്ടിലുണ്ട്. അതും 10-20 രൂപ കൊടുത്ത് നമുക്കത് നടക്കും. യു എയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നാട്ടിലത്തെ ഒരു ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ നേച്ചറായിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെയുള്ള സ്ഥലങ്ങൾ നോക്കിയറിയാം, ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ടും കാര്യങ്ങൾ കാണാനായിട്ടും നാട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി യു എനേക്കാളും. ബട്ട് ആസ് പെർ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് യു എ പാസ്പോർട്ട് ഈസ് ദ ബെസ്റ്റ്. ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ യു എയിലത്തെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി പലരും ചോദിക്കുന്ന, ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ പലരും ചോദിക്കും യു എ ആണോ നാടാണോ ബെറ്റർ. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. കുറേ പേർക്ക് നാടായിരിക്കും ബെറ്റർ, കാരണം അവർ ചിലപ്പോൾ പുറത്ത് ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചുറ്റുപാടുകളായിരിക്കും. അവർ നാട്ടിൽ വന്നപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ചുറ്റുപാടുകൾ അവർക്ക് കിട്ടി, അപ്പോൾ അവർക്ക് നാടായിരിക്കും ബെറ്റർ. ചിലർ നാട്ടിൽ ജീവിച്ചത് കുറച്ച് മോശം ചുറ്റുപാടിലായിരിക്കും, യു എയിൽ വന്നപ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയും കുറച്ച് നല്ല ചുറ്റുപാട് അവർക്ക് കിട്ടി, അപ്പോൾ അവർക്ക് യു എ ആണ് ബെറ്റർ. ഇത് രണ്ടും ബേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവരുടെ കാഴ്ചപ്പാട് വെച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജീവിക്കാനായിട്ട് ഏറ്റവും അടിപൊളി യു എ ആയിട്ട് എനിക്ക് തോന്നുന്നത്. യു എ നിന്നപ്പോൾ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല തോന്നിയിരുന്നത്, നാടായിട്ടാണ് എനിക്ക് തോന്നിയത്. അക്കരെ നിൽക്കും ഇക്കരെ പച്ച, അങ്ങനത്തെ ഒരു സംഭവമില്ല, അതാണോന്ന് അറിയില്ല. ബട്ട് കംഫർട്ട് വൈസും ബാക്കി കാര്യങ്ങളും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ യു എ തന്നെയാണ് ഏറ്റവും അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു നാടിനേക്കാളും. നാട് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഒരുപാട് നല്ല കാര്യങ്ങൾ നാട്ടിലുണ്ട്. ആ ഒരു കംഫർട്ട് സോൺ നമ്മൾ യു എയിൽ അനുഭവിച്ചു വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ യു എ കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നുന്നത്. സ്റ്റിൽ ഐ എം സെയിങ് നാട് അടിപൊളിയാണ്. എക്കണോമിക്കലി എല്ലാ കാര്യങ്ങളും നമ്മളെ മീറ്റ് ചെയ്യാനായിട്ടും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നാട് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഇല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഈ ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാടും നിങ്ങൾ എൻജോയ് ചെയ്യും ഗൈസ്. പക്ഷെ നമുക്കങ്ങനെ ഉള്ള സാഹചര്യങ്ങളില്ല, അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്, ടഫാണ്. ടഫ് എക്സാമൊക്കെ പറയണ പോലെ ടഫ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം. ആരും എന്നെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് എയറിൽ വിടരുത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ എയറിൽ പോകണതാലോ ട്രെൻഡ്, എനിക്ക് ഒട്ടും താല്പര്യമുള്ള എയറിൽ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ചുള്ളതായിരുന്നു, നമ്മളുടെ നാട്ടിലെയും യു എയിലെയും ലൈഫിനെ കുറിച്ചുള്ളതായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ ഗൈസ്. താങ്ക് യു.